ഒരു കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പല പല കാരണങ്ങളുണ്ടായേക്കാം. അതിൽപ്പെട്ട ഒരു കാരണം മാത്രമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. സാറിന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായതാണ് പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ കാരണമായതെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി? ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, ഈ ഒരു ടേം പല രൂപത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേമാണ്. പല അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും പഠിക്കാൻ പ്രയാസമുള്ള എല്ലാ കുട്ടികളെയും ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റിയാണ് എന്ന് പറയുന്ന ഒരു ദുരന്തമുണ്ട്. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു കുട്ടി പഠനത്തിൽ പ്രയാസം അനുഭവിക്കാൻ, പഠനത്തിൽ പുറകോട്ട് പോകാൻ നൂറുകണക്കിന് കാരണങ്ങളുണ്ടാവും. A lot of reasons may be there. ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പല പല കാരണങ്ങളുണ്ടായേക്കാം. അതിൽപ്പെട്ട ഒരു കാരണം മാത്രമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പഠന വൈകല്യം എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പം ആ പേര് മാറിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയാം. ലേണിംഗ് ഡിസോർഡർ എന്നാണ് പുതുതായി ഉപയോഗിക്കുന്ന ടേം. എന്നാലും പൊതുവേ ജനങ്ങൾ ഉപയോഗിക്കുന്ന ടേം എന്ന രൂപത്തിൽ പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ സാധാരണയോ അതിൽ കൂടുതലോ ബുദ്ധി ഉണ്ടായിട്ടും എഴുത്ത്, വായന, കണക്ക് ഈ 3 വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലോ പ്രയാസമുണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്.